വിദ്വേഷ പരാമർശത്തിൽ റിമാൻഡിൽ കഴിയുന്ന BJP നേതാവ് PC ജോർജ് വീണ്ടും ജാമ്യാപേക്ഷ കൊടുക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ മേൽക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോഴത്തെ സാധ്യത. കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ICUവിൽ പ്രവേശിപ്പിച്ച PC ജോർജിൻ്റെ ആരോഗ്യനിലയിൽ നല്ല മെച്ചമുണ്ടായിട്ടുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ടോബി, ഗുഡ് മോർണിംഗ്. ടോബി, PC ജോർജ് യഥാർത്ഥത്തിൽ ഹയർ കോർട്ടിനെ സമീപിക്കുമെന്ന് നമുക്കറിയാം. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഹൈക്കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ജില്ലാ കോടതിയിലോ മറ്റോ ഒരു ജാമ്യാപേക്ഷ നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് PC ജോർജ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ ഒരു ജാമ്യാപേക്ഷ നൽകിയിരുന്നു. കീഴടങ്ങിയതിന് തൊട്ട് പിന്നാലെ ജാമ്യാപേക്ഷ നൽകി. പക്ഷേ അത് കോടതി തള്ളിക്കളയുകയാണ് ഉണ്ടായത്. തുടർന്ന് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ദേഹാശ്വാസം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രത്യേക സെല്ലിലേക്ക് കോടതി ഡയറക്റ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ECG വേരിയേഷൻ അടക്കമുണ്ടെന്ന് കണ്ടതിനെ തുടർന്നാണ് ICUവിലേക്ക് മാറ്റിയത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ BP ഒക്കെ അല്പം കൂടുതലായിരുന്നു, അതൊക്കെ നോർമൽ ആയിട്ടുണ്ട്. പക്ഷേ ECG വേരിയേഷന്റെ കാര്യം അറിയണമെങ്കിൽ വീണ്ടും ഒരു ECG കൂടി എടുത്തു നോക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ നില പൂർണ്ണമായും സ്റ്റേബിൾ ആയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജാമ്യാപേക്ഷ എത്രയും വേഗം നീക്കാനുള്ള, അതായത് കൊടുക്കാനുള്ള ഒരു നടപടിയാണ് മകൻ ഷോൺ ജോർജ് അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദമായിട്ടുള്ള നിയമോപദേശം തേടിയതിനു ശേഷം മേൽക്കോടതിയെ സമീപിക്കാൻ, എന്തായാലും ഡയറക്റ്റായി ഹൈക്കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ജില്ലാ കോടതിയിലോ മറ്റോ ഒരു ജാമ്യാപേക്ഷ നൽകി അതിന്റെ ഒരു റിസൾട്ട് അറിഞ്ഞതിന് ശേഷം തുടർ നടപടികൾ, അതായത് ഈ ജില്ലാ കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുമോ എന്നാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഉചിതം എന്നുള്ളൊരു നിയമോപദേശം ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇന്നലെ ഉണ്ടായത് നാടകീയ രംഗങ്ങളാണ്. പോലീസിന് മുൻപാകെ കീഴടങ്ങുമെന്ന് പറഞ്ഞ PC ജോർജ് നേരിട്ട് കോടതിയിൽ പോയി കീഴടങ്ങുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം 6 മണിവരെ പോലീസിന്റെ കസ്റ്റഡിയിൽ നൽകുന്നു. തുടർന്നാണ് PC ജോർജിന് ഇത്തരത്തിലുള്ള റിമാൻഡിലേക്ക് പോകുന്നത്. എന്തായാലും ഹൈക്കോടതി അടക്കം അതിരൂക്ഷമായിട്ടുള്ള വിമർശനം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് PC ജോർജിന് ഇങ്ങനെ ഒരു റിമാൻഡിലേക്ക് പോകേണ്ടി വന്നത്. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് വിവരങ്ങൾ നൽകിയത്. PC ജോർജ് അപ്പീലുമായി പോകുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്.